ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് കാർഡ്സ് ചോദിച്ചിട്ടുണ്ട്. ആ കാർഡ്സ് നമ്മൾ ഷഫിൾ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോകുന്നതിനേക്കാളും മുന്നേ എന്നത്തെയും പോലെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആവുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പറഞ്ഞ് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് വരുന്ന റീഡിംഗ് ആണ് കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾ കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ്, ലെസ് കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ മാറ്റം വരുത്തി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എങ്ങനെ മാറ്റം വരുത്തിയേ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സാമ്പത്തികപരമായിട്ടും എഡ്യൂക്കേഷൻ പരമായിട്ടും നിങ്ങളുടെ കരിയർ വൈസാണ് നോക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഈ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം, റീഡിങ്സൊക്കെ കാണുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങി, സെൽഫ് ലവ് ചെയ്തു തുടങ്ങി. നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഒന്നേന്ന് തുടങ്ങി. എഡ്യൂക്കേഷൻ ആണെങ്കിലും കരിയർ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയൊരു ജീവിതമാർഗം എന്നോണം എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഏണിങ്സൊക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഏണിങ്സ് നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി ആശ്വാസമായെന്ന് പറയുന്നു. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ അച്ചീവ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ തളരില്ലെന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടായതുപോലെ തോന്നുന്നു ഇല്ലേ? നിങ്ങൾക്ക് ഇനി ലൈഫ് ഒത്തിരി മുന്നോട്ടുണ്ട്. ആ ലൈഫിൽ തളർന്നു കൊടുക്കാതെ പോരാടി വിജയിച്ച ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾ കാർഡിലൂടെ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ കാർഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയറും നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ ഏണിങ്സും എല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ പോകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു സമൃദ്ധിയും സന്തോഷവും എല്ലാം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതവും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച കുടുംബം നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് 10 ഓഫ് പെൻറ്റക്കിൾ കാർഡിലൂടെ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ അടുത്ത് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു സ്പീഡിനെയാണ് കാണിക്കുന്നത്, പോസിറ്റീവ് സൈനിനെയാണ് കാണിക്കുന്നത്, ഒരു ട്രാവലിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണം വരുന്നു, ഗുഡ് ന്യൂസ് വരുന്നു എന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു. വളരെ അടുത്തതായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും കണ്ടുമുട്ടുവാനുള്ള ചാൻസും കമ്മ്യൂണിക്കേഷനുള്ള ചാൻസും ഉള്ളതായിട്ട് തന്നെയാണ് 8 ഓഫ് വാൻഡ്സ് കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ലീഡറാണെന്ന് പറയുന്നു. ലീഡർ എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ആ കരിയറിൽ അവർ ഒരു ലീഡറാണ്. കുറച്ച് പേര് അവർക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ കുടുംബത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പേഴ്സൻ്റെ വരുമാനമാണ്, ഈ പേഴ്സണാണെന്ന് കാണിക്കുന്നു. മാത്രമല്ല അവർ ഒരു ഉറച്ച നിലപാടുള്ളൊരു പേഴ്സണാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രമേ അവർ ചെയ്യുള്ളൂ. വേറെ ആര് പറഞ്ഞാലും അവർ ചെയ്യില്ല. അവർക്ക് തോന്നണം ഏതാണ് ശരി ഏതാണ് തെറ്റ്. ആ ഒരു കാര്യത്തിലൂടെ ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിച്ച് നിരാശയിലിരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ വലത് കൈയിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹവും കരുതലുമാണുള്ളത്. നിങ്ങൾക്ക് ചുറ്റും വേറെയും കപ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ് ഒക്കെ ആയിരിക്കാം. അവരോട് കൂടെ ഒന്ന് ശ്രദ്ധ ചെലുത്തുവാനും അവരെ കൂടെ ഒന്ന് പരിഗണിക്കുവാനും യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് മാത്രം ചിന്തിച്ച് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ കൂടെ നിങ്ങൾ സ്നേഹിക്കണമെന്നും സെൽഫ് ലവ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 4 ഓഫ് സോർഡ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. റെസ്റ്റിൻ്റെ ആവശ്യകതയാണ് ഇവിടെ കാണിക്കുന്നത്. റെസ്റ്റിൻ്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതുപോലെ വർക്ക് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി, ഒത്തിരി എൻഗേജ്ഡ് ആയിട്ടുള്ള, ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി റെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ ഹീലാക്കി കളയാനുണ്ട് എന്നും യൂണിവേഴ്സ് പറയുകയാണ്. ഇപ്പോൾ അവർ സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഒത്തിരി പേര് അവർക്ക് ചുറ്റുമുണ്ടാകാം, എന്നാൽ അവരാരും മനസ്സിലാക്കുന്നില്ല. അവരെ മനസ്സിലാക്കിയിരുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ 4 ഓഫ് സോർഡ്സ് കാർഡ് കാണിക്കുന്നത്.
ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. 2 വാൻസ് ആണ് ഇവിടെ ഉള്ളത്. 2 വാൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങളുടെ പേഴ്സൺ ആണ്, മറ്റത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കരിയറൊക്കെയാണ്. യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മാത്രമാണ് ചിന്തിച്ചിരിക്കുന്നത്. ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മാത്രം ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് ആ കാര്യങ്ങൾ കൂടെ ഒത്തിരി പരിഗണന കൊടുക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രില്യൻ്റ് ഫ്യൂച്ചർ വരും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ മജീഷ്യനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒത്തിരി സ്കിൽഡ് ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നാച്ചുറൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിവുള്ളൊരു പേഴ്സൺ, ഒത്തിരി അറിവുള്ളൊരു പേഴ്സൺ. അറിവെന്ന് പറയുമ്പോൾ റിസോഴ്സ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഇവിടെ കാണിക്കുന്നത്. എന്ത് കാര്യത്തിനും അവരിൽ ഉത്തരമുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ബുക്സ് വായിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ അറിവ് അന്വേഷിക്കുന്ന, അറിവ് സ്വീകരിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു എനർജി ആവാമെന്ന് യൂണിവേഴ്സ് പറയുന്നു. കൈകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അത് അവരുടെ കഴിവിനെയാണ് കാണിക്കുന്നത്. ഒത്തിരി പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ബാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂവ് ചെയ്യുന്ന, ഒന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നു, യാത്ര ചെയ്യാൻ പോകുന്നു. നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മാത്രമാണ് അവരത്രമേൽ സ്നേഹിച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ റൊമാൻസ് ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അവർ തിരിച്ചറിയാണ് നിങ്ങളാണ് സോൾമേറ്റ് എന്ന് തിരിച്ചറിയുന്നു. അതുമാത്രമല്ല സീക്കിംഗ് കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നുകൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കണ്ടുമുട്ടാനും അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനുമുള്ള ചാൻസ് ഇവിടെ ഉണ്ടെന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങളുടെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. എക്സ്പേർട്ട് ആയിട്ടുള്ള, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു വിഷയമാകട്ടെ ആ കാര്യം നല്ല എഫിഷ്യൻ്റായിട്ട് എക്സ്പേർട്ടായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ക്ഷമയും നിശ്ചയദാർഢ്യവും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് ചുറ്റുമുണ്ടാകാം, എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് ക്ഷമയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. പിന്നെ ഒരു ഉറച്ച നിലപാട് വേണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങളോട് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വ്യൂവേഴ്സ് ഇപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുന്നവരാണെങ്കിൽ, കരിയർ പരമായിട്ട് ഒന്നും കൂടെ നല്ലൊരു പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ്, ഇപ്പം ഉണ്ടായിരിക്കുന്ന ആ സാഹചര്യം എല്ലാം മാറും. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒത്തിരി പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടാവാം, എന്നാൽ നമ്മൾ തളരരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ക്ഷമയാണ് ഏറ്റവും ആവശ്യം. ഒത്തിരി പേര് നമുക്ക് നെഗറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഒന്നും ചെയ്യാൻ പോകണ്ട, അവരോട് തർക്കിക്കാൻ പോകണ്ട, അവരോട് ദേഷ്യം കാണിക്കേണ്ട. നമുക്ക് വേണ്ടത് ക്ഷമയാണ്, നിശ്ചയദാർഢ്യമാണ്. നിശ്ചയദാർഢ്യം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ നമുക്ക് നല്ല രീതിയിലാക്കി കാണിച്ചു കൊടുക്കണം. ബ്രില്യൻ്റ് ഫ്യൂച്ചറാണ് നമുക്ക് ആവശ്യം. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടാവാം. ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ കൂടെ ആരുണ്ടെന്നാണ് പറയുന്നത്? യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾ എത്രത്തോളം നയിച്ച്, നിങ്ങൾ എത്രത്തോളം ജീവിതത്തിലേക്ക് മുന്നേറിച്ച ആ യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിത അവസാനം വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് എടുത്തു പറയുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം യാഥാർത്ഥ്യമാക്കാനായിട്ട്, ഒരു ബ്രില്യൻ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ നയിക്കുവാനായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ യൂണിവേഴ്സ് ഉണ്ടെന്ന് ഇവിടെ ഈ കാർഡ്സ് പറയുന്നു. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 6 ഓഫ് സ്വാർഡ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സഹായം വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 1 or 2 വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഒരു പരിവർത്തനത്തെയാണ് കാണിക്കുന്നത്, യാത്രയെയാണ് കാണിക്കുന്നത്, ഒരു ട്രാവലിംഗ് ആണ് കാണിക്കുന്നത്. ഈ കാർഡ്സിലും പറയുന്നതും ഈ ഒരു കാർഡ്സിലും പറയുന്നത് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു യാത്രയുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്കുള്ളൊരു യാത്ര, ഒരു
ചിലവർക്ക് ഒരു ദിവസത്തെ ഒരു യാത്രയാവാം, എന്നാൽ കുറച്ച് പേർക്ക് കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും വ്യത്യസ്ത എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് മാത്രം നിങ്ങൾ സ്വീകരിക്കൂ, അല്ലാത്തത് വിട്ടുകളയൂ കേട്ടോ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 3 ഓഫ് വാൻഡ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ ദി റിസൾട്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിലേക്കുള്ള റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ല, ഞാൻ ഇന്നും നടുക്കിലാണ് നിൽക്കുന്നത്, എല്ലാ വേദനകളുടെയും നടുക്കിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു പൂർണ്ണതയിലെത്തണം, അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നോക്കിക്കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ എടുക്കാനായിട്ട് പോകുന്ന ഏതൊരു കാര്യത്തിലും ഉറച്ച നിലപാടോടുകൂടി മുന്നേറി പോകാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളോട് പറയാണ്, നിങ്ങൾ ആത്മവിശ്വാസം വേണം, നിങ്ങൾക്ക് ധൈര്യം വേണം, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വേണം, എന്നിട്ട് നിങ്ങളോട് യാത്ര പുറപ്പെടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് യാത്ര പോകാനായിട്ട് ഒരുങ്ങരുതെന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് നിങ്ങൾ ഒന്നുമല്ലാത്തൊരാളായിരുന്നു, ഒന്നുമല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറും. നിങ്ങൾക്ക് പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യമെല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഈ കാർഡ്സ് എല്ലാം മെയിൻ ചെയ്യുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡുകൾ നോക്കാം. എന്താണ് ടൈം കാർഡിൽ പറയുന്നതെന്ന് നോക്കാം. നിങ്ങൾ എത്ര നാൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് കാണും, സംസാരിക്കും, ഒരു റീയൂണിയൻ പോസിബിൾ ആണെന്ന് നമുക്ക് നോക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എനർജീസ് എല്ലാം ഡിഫറെൻ്റ് എനർജിയാണ്. ഇവിടെ 4 ടൈം കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന ടൈം കാർഡ് നിങ്ങൾ സ്വീകരിക്കൂ, മാനിഫെസ്റ്റ് ചെയ്ത് പോസിറ്റീവായി തിങ്ക് ചെയ്ത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യൂ കേട്ടോ. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഓൺ എനി ഫ്രൈഡേ എന്നാണ് പറയുന്നത്. ഈ ഫ്രൈഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കാം. അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ഒരു റീയൂണിയൻ പോസിബിൾ ആണെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അപ് ടു 9 വീക്സ് എന്നാണ് പറയുന്നത്, 9 ആഴ്ചയ്ക്കുള്ളിൽ. ഇവിടെ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഓൺ ഡേറ്റ് 3, 12, 21, 30 ഓൺ ദിസ് മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗുരുനാഥൻ നിന്നുള്ള ബ്ലെസ്സിങ്സ് വേണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗുരുനാഥൻ, ഒരു ടീച്ചറെ മനസ്സിൽ പ്രാർത്ഥിക്കുക. ആ ടീച്ചറുടെ ബ്ലെസ്സിങ് വേണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ടീച്ചർ എന്ന് പറയുമ്പോൾ അവരും അവിടെ പ്രാർത്ഥിക്കേണ്ടാവില്ലേ? അവർ സന്ധ്യാസമയത്തും അവരുടെ ഒരു ജീവിത ശൈലിയിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവുക? ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻസിന് ബ്ലെസ്സിങ്സ് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? അപ്പോൾ അത് നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും കണ്ടുമുട്ടാനുള്ള ഒരു ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ. അടുത്ത കാർഡെന്ന് പറയുമ്പോൾ 19 ഡേയ്സ് എന്നാണ് പറയുന്നത്. 19 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടുവാനോ ഒരു കമ്മിറ്റ്മെൻറ്റിനോ കമ്മ്യൂണിക്കേഷനോ ഒക്കെ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ റീഡിങ് ഞാൻ എൻഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് സ്വീകരിക്കുക കേട്ടോ, അല്ലാതെ നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എനിക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് വരുവാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്വന്തം നിംസ്.